ബ്രോ അങ്ങനെ അത് ഞാൻ പറയാം. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയ്ക്ക് എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട്. എനിക്കതറിയാം, മനസ്സിലായി. ആ പറയുന്ന പോയിന്റിനോട് എനിക്ക് മനസ്സിലായി. ഞാൻ പറയണത് അതല്ല, പുള്ളിക്കാരൻ ഗ്രൂപ്പിൽ വന്ന് ഓഡിയോ ഇടുക. ആ ഓഡിയോ ആരെങ്കിലും ഒന്ന് ഇവിടെ ഇടുവോടാ ഒന്ന്? ഉണ്ടോ? ഇവിടെ കിടപ്പുണ്ടോ? വെയിറ്റ്, അത് തന്നെ, അതാ സാധനം തന്നെ. എവിടെ കിടക്കുന്നത്? ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാനിത് ഇവര് പറയണത് പോലെ റാൻഡം ഈ ഹേറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് പറയാം. ബ്രോ, ഇവരുടെ ലൈവില് ഇവരുടെ വെൽവിഷർ ആയിട്ട് നിൽക്കുന്ന ഒരുത്തനാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ഇത് കേട്ടോ. സീരിയസ് ആണോ? ലൈക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ലൈക്ക് ഒരു 40-50,000 സ്പോൺസർ ചെയ്യാൻ റെഡിയാ. ലൈക്ക് ഫോർ എ ഗാങ് ഫോർ 2-3 മാസത്തേക്ക് സെറ്റല്ലേ? ഒരു 2-3 മാസം ടോർച്ചർ ചെയ്താൽ മതിയില്ലേ? ഒന്നുകൂടെ കേട്ടോ. സീരിയസ് ആണോ? ലൈക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ലൈക്ക് ഒരു 40-50,000 സ്പോൺസർ ചെയ്യാൻ റെഡിയാ. ലൈക്ക് ഫോർ എ ഗാങ് ഫോർ 2-3 മാസത്തേക്ക് സെറ്റല്ലേ? ഒരു 2-3 മാസം ടോർച്ചർ ചെയ്താൽ മതിയില്ലേ? ടിവിനും ഗെയിമിനൊക്കെ മതി. എടാ, ഇതില് ഇമാജിനറി ആയിട്ടൊന്നുമില്ല. ലൈക്ക് ജോക്കിനെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റില്ല. എടാ, ഇതില് ഇമാജിനറി ആയിട്ടൊന്നുമില്ല. ലൈക്ക് ജോക്കിനെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റില്ലോ. പിന്നെ നമ്മള് ബെസ്റ്റ് റിക്രൂട്ട്സ് ഇറക്കിയ ഒരു വാർ ജയിച്ച ആ സെയിം സിറ്റുവേഷനിൽ വാർ ജയിച്ച പിന്നെ തൊട്ട് ലെഗസിയാണ്. പിന്നെ കഴിഞ്ഞില്ല, അവിടെ കഴിഞ്ഞില്ല. ടിവിക്കെതിരെ ഒരു വാർ ജയിച്ച ലെഗസി ആണെന്ന്. അല്ലടാ, ഒരു വിധത്തിൽ അത് ഭയങ്കര കാര്യമാണോ? നീ ആലോചിച്ച് നോക്കിയേ, നമുക്കെതിരെ ഒരു വാർ ജയിക്കുന്നത് ലെഗസി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ആ ഒരു ഇതെന്തായിരിക്കും അല്ലേ? ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മൾ 6 വർഷമായിട്ട് നമ്മൾ 5 വർഷം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഇതല്ല ശരിക്കും ലെഗസി എന്ന് പറയണത് ബ്രോ. നമ്മളെ അടിച്ചിടുന്നത് അങ്ങനെയാണ്. ടിവിയെ തോക്കാതെ വന്നതല്ല ഇവിടെ വരെ. ടിവിയെ തോറ്റിട്ടുണ്ട് ഇഷ്ടം പോലെ വട്ടം. തോക്കുന്നതൊന്നും അല്ല ബ്രോ ലെഗസി. ലോകത്തെ ഏത് സ്പോർട്സ് ടീം അല്ലെങ്കിൽ എന്ത് ടീമാ തോക്കാതെ എല്ലാ കളിയും ജയിച്ചിട്ടുള്ള ആള് ബ്രോ? ലെഗസി ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അർത്ഥം. ബുദ്ധി വേണം അതൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ അതിന്റെ താഴെ ഇത് കണ്ടോ. ഇത് കേട്ടോണ്ട് വരുന്ന ഈ താളം കേട്ടോണ്ട് വരുന്ന ഇതിനകത്ത് മറ്റേ ഓഡിയോയും കൂടെ ഞാൻ ഒന്ന് ഇട്ട് തരാം. ഈ താളം കേട്ടോണ്ട് വരുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ഇവൻ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വീണ്ടും മെസ്സേജ് അയക്കുക, എന്നെ സിനിമയിൽ എടുത്തു വന്നു. പിന്നെ ഞാൻ ഇന്നലെ വേറൊരു വില്ലുവിനെ, ഇവനെ ഞാൻ IRL ഹോസ്റ്റേജ് എടുക്കും അധികം വൈകാതെ ഒന്ന്. റിയൽ ലൈഫിൽ ഹോസ്റ്റേജ് എടുക്കും വില്ലുവിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പയ്യനാട്ടാ. അവൻ MRC ഫാൻ ആയിപ്പോയി. വില്ലുവിനെ ഹോസ്റ്റേജ് എടുക്കുന്നു റിയൽ ലൈഫില്. ഇതൊക്കെ വരുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്ക്. മാക്കീസ് ലൈവ് ഓജീസ്, ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളാണ്, മനസ്സിലായ? ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറയുന്നത് അവർ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. ലാസ്റ്റ് വീഡിയോ നോക്കട്ടെ. അയ്യോ, അതെന്ത് പറ്റി? അത് പോയി? അല്ലല്ല, എന്റെ ഇതിനകത്ത് ബാക്ക് ബട്ടൺ ഞെക്കി പോയതാ. ആവറേജ് MRC ഫാൻ ബ്രെയിൻ. സിറ്റിയിലത്തെ ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TV സിറ്റുവേഷൻ 1000 rupees സെറ്റല്ലേ? അതെന്താ ബ്രോ? എന്ത് ചിരിച്ചോണ്ടാടാ കണ്ടാറുള്ളി നീ ഇങ്ങനെ പറയുന്നേ? എന്ത് ചിരി? അവന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചിരി ഉണ്ടോ? വേറെ വെളിയിലിരുന്ന് ഇങ്ങനെ പറയുവാ. എടാ അവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അവന്മാരെ എവറി വീക്ക് ഹോസ്റ്റേജ് ആക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ചെയ്തതാ? അയ്യോ, ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TV സിറ്റുവേഷൻ 1000 rupees. അതെന്താ ബ്രോ? അപ്പൊ MRCക്കകത്തുള്ളവന്മാരൊക്കെ കഴിവില്ലാത്തവന്മാരാണ് ബ്രോ? അങ്ങനെ പറയണ്ടായിരുന്നു ബ്രോ. പ്ലേസല്ലേ ബ്രോ അതിലുള്ള എല്ലാം? ഇങ്ങനെ പറയണ്ടായിരുന്നു. മാസം 10,000 ബൂട്ട് ക്യാമ്പ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന PvP പ്ലേസല്ലേ ബ്രോ അവരൊക്കെ? അത് മോശമായി ബ്രോ, എന്നൊക്കെ മോശമായി. കളിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ലല്ലോ. അപ്പോ നമ്മള് ഗെയിമിന്റെ റൂൾ വെച്ചിട്ട് ഗെയിം അഡ്മിൻസിന്റെ റൂൾസ് ഒക്കെ POV എല്ലാം വെച്ചിട്ട് നമ്മളും കളിക്കുന്നു. അവരെന്താ പറയണത്? ഈ സേഫ് സോൺ അടുത്തായാലും അടിക്കാം, RPG മിഡിലായാലും അടിക്കാം. ഓക്കെ, നമ്മളൊരു ഗ്യാങ്ങിനെ ഇറക്കിയിട്ട് നമ്മൾ അതന്നെ ചെയ്യണം. അപ്പോ റൂൾസ് ബൈ റൂൾസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞാനും കളിക്കല്ലേ?
അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ വാനക്കമ്പിക്ക് വരെ അത് മനസ്സിലായി. അവന്മാരെ കൊണ്ടൊരു കുന്നയും ചെയ്യാൻ പറ്റൂലെന്ന്. അയ്യോ സത്യല്ലേ? അവന്മാർക്കൊരു മനസ്സിലായി വെളിയിൽ നാളെ ഇറക്കണോ, ഇവന്മാരെ കൊണ്ട് പറ്റൂലത്. എന്റെ അമ്മ. ഞാനും കളിക്കല്ലേ. അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ വാനക്കമ്പിക്ക് വരെ അത് മനസ്സിലായി. അവന്മാരെ കൊണ്ടൊരു കുന്നയും ചെയ്യാൻ പറ്റൂലെന്ന്. 35 പ്ലേയേഴ്സിനെ ഊമ്പാൻ വേണ്ടിയാണ് എടുത്ത് PvP എന്നും പറഞ്ഞെടുത്ത് വെച്ചേക്കുന്ന അവന്മാര്. അതിൽ കുറെ എണ്ണം ബൂട്ട് ക്യാമ്പും പറയും തരാന്ന് പറഞ്ഞിട്ട് അവന്മാര് പിണങ്ങിപ്പോയി. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ? അവന്മാര് പിണങ്ങിപ്പോയി. എന്റെ ദൈവമേ, ഇതൊക്കെ ആരോടാ നമ്മള് പറയാ? ഒരു മൂന്നാമത്തെ ഓപ്ഷൻ പറയണേ. നമ്മളെല്ലാ അഡ്മിൻസിനെയും എല്ലാ പറഞ്ഞ POV എല്ലായിടത്തും ഇടുന്നു. എന്നിട്ട് ഒരു ഗാങ്ങിനെ ഇങ്ങോട്ട് ഇറക്കില്ല. ഈ TV KV എവിടെ ആർക്കി കണ്ടാലും എടുത്തടിക്കുക, അത്രേ ഉള്ളൂ. വെറുതെ എടുത്തടിക്കുക. അവര് ആർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെറുതെ അടിക്കുക. ഒരു അല്ല, സ്വന്തം ഗ്യാങ്ങിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RP ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുക ബാക്കി 2 ഗാങ്സിനെ. അവരെ RP ചെയ്യാൻ സമ്മതിക്കരുത്. മാസം അത് കഴിഞ്ഞിട്ട് നൈസ്ലി ആ ഗ്യാങ് നിർത്തിയിട്ട് ബാക്ക് ടു ദ ലൈഫ്. ആദ്യം ഒരു 2 മാസം തികച്ച് നിന്റെയൊക്കെ ഗ്യാങ് പോകാൻ നോക്ക്. എന്നിട്ട് പോരേ പോകും 6 മാസത്തേക്ക് കണക്ക്. കണ്ടവന്മാർക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കണേ പോലെ ആദ്യം ഗ്യാങ്ങിലുള്ള 3-4 പേർക്കെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര ബ്രെയിനെങ്കിലും വാങ്ങിച്ചു വെച്ചോടുക. പ്ലാസ്റ്റിക് എങ്കിലും വാങ്ങിച്ചു വെച്ചോട്. സാധാരണ നമ്മൾ ബാക്കി ഗ്യാങ്ങിന്റെ അടുത്തൊക്കെ നിന്റെയൊക്കെ ലീഡർ എവിടെ പോയെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ MRCന്റെ അടുത്ത് നിന്റെയൊക്കെ ലീഡേഴ്സ് എവിടെ പോയെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ലോടാ. ഓരോ മാസം 3 ലീഡർ വെച്ചില്ലേടാ മാറിക്കൊണ്ടിരിക്കണേ. എടാ ചിലപ്പോ നിന്നെ അടുത്ത ലീഡർ ആദ്യം കേട്ടാ, നീ നോക്കിയിരുന്നോ? നിന്റെ ഒരു ബുദ്ധി വെച്ച് ചിലപ്പോ നിന്നെ പിടിച്ച് IG-ലാക്കും. കാരണം അവിടെ ഉള്ള എല്ലാം ഇപ്പൊ മാണങ്ങളാ. അപ്പൊ മാണങ്ങളെ കൂട്ടത്തില് ഒരു മെഗാ വാണം കൂടെ ആവുമ്പോഴേക്ക് സെറ്റ് ആയിരിക്കും. എന്തൊക്കെ ആൾക്കാര് ദൈവമേ. ആരാണ് അവനൊക്കെ? എന്റെ ചാറ്റിലൊക്കെ എന്ത് കരച്ചിൽ നോക്കി. ഇവറ്റയുടെ കരച്ചിലൊക്കെ എന്ത് രസമെന്ന് അറിയോ? ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ. നോക്കി താഴ്ച നോക്കി, ആർക്കോ വേണ്ടി വന്ന് കുരക്കണം നോക്ക്. എന്റെ ദൈവമേ, എന്ത് രസമല്ലേ അത് കാണാൻ. ആരാടാ എഡിറ്റ് ചെയ്ത്? നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടാ. അയ്യോ ഒഫീഷ്യൽ ഇത് ഒഫീഷ്യൽ തന്നെയാണ്. ഇത് ഒഫീഷ്യൽ സ്പെല്ലിംഗ് എന്തോ ഇതാണ്. ഓഫീസ് ഓളോ ഇതെന്താണ്? ഇത് ഒറിജിനൽ ഒന്നും അല്ല, ഇത് ഒഫീഷ്യൽ ഒന്നും അല്ല. എക്സലാൻഡ് സിറ്റി, TVA സിറ്റി. അതെ, ടിവിയെ കളിക്കുന്ന സിറ്റി. ടിവിയെ നമ്മളിവിടെ വന്നതിന് ശേഷം ഈ സെർവർ ഞാൻ പറഞ്ഞില്ലേ വന്ന സമയത്ത്, ആ സമയത്ത് MRC ഒന്നും ഫോം ആയിട്ടില്ലേ. ഫോം ആവാത്ത കാര്യം പറയാം. മുളയ്ക്കാത്ത സമയം, അതായത് MRC ഒന്നും GTAയിൽ മുളയ്ക്കാത്ത സമയത്ത് TVA വന്ന സെർവർ ആയത്. TVA വന്ന സെർവർ വന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് ടോപ്പ് ട്രാഫിക് ഉള്ള സെർവറിലേക്ക് മാറി. വെറും ഒരാഴ്ച സമയം എടുത്തോളൂ. ഒരാഴ്ച സമയത്ത് വന്ന ഒരു സിറ്റിയാണ് TVA സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ സെർവർ അഡ്മിൻ ഒന്നും അല്ല. എന്നാലും നിനക്ക് കളിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വേറെ സെർവറിൽ പോയി കളിയുടെ കണ്ടികളെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഗതികെട്ട് കളിക്കല്ലേ. ഇങ്ങനെ എന്തിനാണ് ഗതികെട്ട് കളിക്കുന്നേ? എന്തിനാ? വല്ല MRC സിറ്റി എന്നൊക്കെ ഉണ്ടാക്കി പോയി കളി. എന്തിനാ ഗതികെട്ട് കളിക്കുന്നേ? ഇത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അന്ന് തൊട്ടാണ് നമുക്ക് ഈ ഡീഡോസും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഒരു കോമ്പറ്റീഷൻ ലിസ്റ്റിൽ നമ്മൾ വന്നത് പോലും. മനസ്സിലായോ? ആ കോമ്പറ്റീഷൻ ലിസ്റ്റിൽ നമ്മൾ വന്നത് പോലും അതാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് അപരാധിച്ചില്ലായിരുന്നു. അപരാധം എന്താണെന്ന് നിനക്കൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് കണ്ടോ. മനസ്സിലായോ? നിന്നെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ ഫ്രസ്ട്രേഷൻ എന്ന് പറയണവന്മാരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഈ സ്റ്റാൻഡിലേ നിൽക്കുള്ളൂ. ഇനി ആര് വന്നാലും, ഇനി മേലുള്ളവർ വന്ന് സംസാരിച്ചാലും താഴെയുള്ളവർ വന്നവർ സംസാരിച്ചാലും എനിക്ക് ഒരുത്തനെയും പേടിയില്ല. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ പോവാം. സ്ലോ ഡൗൺ ചെയ്തേക്കോ. അത് എന്തുവാടാ ഇത്? ഇന്നലത്തെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തോ? ഇന്നലത്തെ സിറ്റുവേഷൻ അടിക്കാൻ പേടിയാന്ന് പറഞ്ഞ അവന്മാര് ഇതാക്കി പോയി. ഇതെന്താന്ന് ആർക്കറിയാം? ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായി. ഒന്നും കൂടി ഇടാ. അത് കറക്റ്റ് ആയിട്ട് ഇടാ. ശരിക്കും 12 സെക്കൻഡേ ഉള്ളൂ. ഇത് ഓൾറെഡി കണ്ട്. എടാ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സാധ്യത നീ ഒരു പുണ്ടച്ചിയാടാ. മൂത്ത ഒരു കഴിവില്ലാത്തൊരു ജന്മം.
ആരാടാ? അണ്ണാ എന്നെ കഫി കൊണ്ട് പീടി അണ്ണാ. വിട് 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 വിട്. നമ്മൾ പണ്ട് കുറെ ഓടിച്ച് തല്ലിയന്റെ എനിക്ക് വേണ്ടി ചന്ദ്ര ഇപ്രാവശ്യം ബാൻ മേടിച്ചില്ലേ ചന്ദ്രു? ഐ ലവ് യു. ചന്ദ്രനെ പണ്ട് എന്നെ ഉപയോഗിച്ച് പീടി കൊണ്ടുവന്ന് നോക്കി. എടാ ഞാൻ വേറൊരു കാര്യം ഇപ്പോഴാണ് അറിയണ ഗൈസ്. സത്യം പറയാലോ, ഇന്നലെ അടിച്ചിട്ട് ഇവന്മാരുടെ വണ്ടി എടുത്തില്ലേ, ഇത് ഇവരുടെ പുതിയ വണ്ടി ഞാനാണ് റിവീൽ ചെയ്തത്. MRC റിവ്യൂ ചെയ്തത് ഞാനാണ്. ഞാനത് ഇപ്പോഴാണ് അറിയണത്. എന്റെ ഇൻബോക്സിലൊക്കെ മെസ്സേജ് വരുന്നു, ഞങ്ങളെ വണ്ടി നീ എടുത്ത് ചോടിച്ചല്ലേടാ, പിന്നെ തല്ലി വഴിയിലിട്ടിട്ട് പോയാൽ പിന്നെ എടുക്കൂലേ മനുഷ്യൻ. ഇത് ഞാനാണത് റിവ്യൂ ചെയ്തത്, ഞാൻ അറിഞ്ഞില്ലടാ. MRCയുടെ വെഹിക്കിൾ ഒഫീഷ്യലി റിവ്യൂഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. ഇവരുടെ പുതിയ വണ്ടിയാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വെറുതെ പോയി എടുത്തതാ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നില്ലല്ലോ. ഞാൻ ഇവരുടെ ഓൾറെഡി 2 വണ്ടി ഇറങ്ങിയല്ലോ. അപ്പൊ ആ വണ്ടി തന്നെ ആണെന്ന് വിചാരിച്ച് അതെടുത്തോണ്ട് മണി ട്രഫി പോവാന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പൊ ഒരു വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടാന്ന് വിചാരിച്ച്. അപ്പം ആ വണ്ടി കൊണ്ടിടാന്ന് വിചാരിച്ച് കൊണ്ടുപോയതാ. ഒരെണ്ണം ഞാൻ ഒരെണ്ണം MRC വണ്ടി ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ അവിടെ കൊണ്ടിടാന്ന് വിചാരിച്ച് കൊണ്ടുപോയതാ. ശരിക്കും സീൻ ഹാൻഡ്ലിങ് വണ്ടിക്ക്. ഡ്രിഫ്റ്റ് ചെയ്യാൻ സെറ്റ് വണ്ടി. ഡ്രിഫ്റ്റ് വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാൻ കണ്ടതാ. കൺട്രോളിങ് നോക്ക് ഗൈസ്, കണ്ടോ? പ്ലേസിന് കഴിവില്ല, വണ്ടിയുടെയൊക്കെ മോണ്ടേജ് ഇടാലോ. സത്യം, വണ്ടി ഓടിക്കാനെങ്കിലും അറിയായിരുന്നെങ്കിൽ എന്തേലും ചെയ്യായിരുന്നല്ലേ. പ്ലേസിന് കഴിവില്ല, വണ്ടി ഓടിക്കാനെങ്കിലും അറിയാതെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ആ വണ്ടി സർവർ റിപ്പോർട്ടഡ് ആണ് കേട്ടോ. മാസം കാണിക്കുന്നത് വണ്ടി ഓടിക്കാൻ നല്ല കഴിവ്. ഇന്നലെ ഞങ്ങൾ എല്ലാ വീഡിയോനകത്ത് വണ്ടി ജയിച്ചു. നിർത്തി പൊക്കൂടെ? അല്ല, നല്ല ഡ്രിഫ്റ്റിംഗ് കേബിലിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ F1 അങ്ങനെ വല്ല സിമുലേറ്ററിലോ അങ്ങനെ എന്തെങ്കിലും ഇറക്കിക്കൂടെ? നല്ല രസമുള്ള വണ്ടി ആയിരിക്കും. ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ല വണ്ടി ആയിരിക്കും. റാലി ഒക്കെ കളിക്കാൻ എടുക്കാം. എന്ത് വണ്ടിയല്ലേ. എന്താ വണ്ടി പോകാൻ കാരണം എന്താ? പച്ചക്ക് പറയുവാണെങ്കിൽ ഇത് ടിവിയുടെ സർവറാ, മനസ്സിലായോ? നീയൊക്കെ കളിക്കണ്ട. കസ്റ്റം കാർ ഇൻ ഗെയിം 100 CR കാർ റേസ്. ഫ്ലാഷ് ബാക്ക്. അവന്റെ വണ്ടി എടുത്തിട്ട് വരാതെ അവന്റെ വണ്ടി ഇവിടെ 300 കയറുന്നത്. 3 വണ്ടി കൂടെ ടെസ്റ്റ് ചെയ്യാം. അതെ അതെ എന്താ സംഭവം? വെറുതെ വണ്ടി ഞാൻ വെറുതെ വണ്ടി കൊണ്ട് നിർത്തിയാണ്. അപ്പൊ ആ 3-4 മൈരന്മാര് വന്നിട്ട് അവന്മാര് ഇത് ഏതാ കഷ്ടവണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും. നീ തടവുമാണോ സിറ്റിയപ്പാവണം? അങ്ങനെ അപ്പായിക്കൊണ്ടിരുന്നത് അവന്റെ അച്ഛൻ ഇത്ര നാളെ തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് കളിച്ചോണ്ടിരുന്നത്. ഇത്ര നാളെ അപ്പായി എങ്ങനെയാണോ? നീ ടീക്കാറപ്പി ഉറങ്ങിയോടാ? ഉറക്കി. അല്ലല്ല, ഗോക്കു ഗോക്കു ഏത് ഗോക്കുന്ന് പറയൂ. നിന്റെയൊക്കെ ഉടമസ്ഥനാളാ പാവത്തിന് ഇപ്പഴേ ഗോകുവിന്റെ ഇൻബോക്സിലൊക്കെ എന്തൊക്കെ വിളിയാന്നറിയോ? എന്നേക്കാളും സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നത് ഇപ്പൊ ഗോകുവാണ്. ആ പാവം അവൻ അവിടുന്ന് UK എങ്ങനെയാലും നാട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള പണിയിൽ നിൽക്കുന്ന സമയത്ത് ആ പാവത്തിനെ ചെന്നിട്ട് ഞങ്ങളുടെ തൊപ്പിയുടെ ഗ്യാങ്ങിനെ നീ എടുത്തോണ്ട് പോയില്ല, നീ അതല്ല ചെയ്യണം, നീ ഇപ്പൊ എവിടെ നിന്ന് മുളച്ചു വന്നാ നിന്നെ ഇത് പറഞ്ഞു എന്റെ അടുത്ത്
പാതി വെച്ച് വെട്ടാന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് പേര്. പാതി വെച്ച് വെട്ടാനാ? പാതി വെച്ച് വെട്ടായി. അത് മർസി എന്നുള്ള മാറ്റാൻ അത് മാറ്റിയിട്ട് ഗോക്കു എന്ന് മാത്രം പറയാൻ. എന്താ ബ്രാവോടെ സ്റ്റോറി കണ്ടടാ? നവാസ് എന്ന് പറഞ്ഞൊരുത്തൻ, എന്തുകൊണ്ടാ അവൻ സ്വന്തം പ്രൊഫൈലിട്ട് ഫോട്ടോ ഇട്ടിട്ടേ ഇവന്റെയൊക്കെ ധൈര്യം കണ്ട ഇവന്റെയൊക്കെ. ഞാൻ എങ്ങനെ വായിക്കണ വിശ്വസിച്ച്. നീ നിന്റെ ഭാര്യയും ഈഗിളിന് വേണ്ടി കാഴ്ച വെക്കുമെന്ന് ബ്രാവോടെ സ്റ്റോറിക്കകത്ത് വന്ന് റിപ്ലൈ കൊടുത്തേക്കുക. സത്യം, ഏതെങ്കിലും പാമ്പിടിച്ചവന് ചിലപ്പോ പണി കൊടുക്കാനിരിക്കും. എടാ ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും ഈ ഇതും ഇല്ല, ഇത് അറിയത്തില്ലല്ലോ. അതെ, ഇപ്പൊ തുടങ്ങിയ അക്കൗണ്ടാ. ഏതെങ്കിലും ഒരുത്തന്നെ പണി കൊടുക്കാൻ വേണ്ടിട്ട് ഈ സമയത്ത് ഫോട്ടോ ഇട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അതിലൊരുത്തന്റെ ഫോട്ടോ ഇട്ടേക്കുന്ന ഷമീറിന്റെ പിക്കാണ്. അത് ഷമീറിന്റെ പിക്കാണോ? അത് ഷമീറിനെ പോലൊന്നും ഇരിക്കുന്നില്ലല്ലോ. ഷമീറാണോ അത്? പഴയ ഫോട്ടോ എന്തോ ആണ്. അപ്പൊ ഇത് തന്നെ സംഭവം. ഇപ്പൊ എന്തായാലും MRC വേഴ്സസ് TVS സിറ്റുവേഷൻ ട്രിഗർ ആയിരിക്കുന്ന സമയത്ത് ഷമീറിന്റെ DP ഇട്ട് വന്നാൽ അത് MRC ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞ് ഇതാക്കാനുള്ളത്. മനസ്സിലായ? ഇതൊക്കെ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന സിറ്റുവേഷനുകളാ. ഒരു സംശയവും ഇല്ല. അത് മനസ്സിലായ? അത് അങ്ങനെ വരുന്നവന്മാരാണത്. ആയിരിക്കാൻ വയ്യ. മനസ്സിലായോ? നിനക്ക് പറയാനുള്ളത് നീ ആരെടുത്തോളോ പറഞ്ഞോ. പക്ഷെ എനിക്ക് നീ പറഞ്ഞ കണക്ക് തിരിച്ച് എനിക്ക് നിന്റെ ലീഡർ പറയാൻ എനിക്ക് പറ്റൂല. മനസ്സിലായ? അതുകൊണ്ട് ഹലോ, മനസ്സിലായോ? നിനക്ക് പറയാനുള്ളത് നീ ആരെടുത്തോളോ പറഞ്ഞോ. ഫുഡ് വെച്ചിട്ട് ഇത് ശരിക്കും ശക്കാനാണോ? ഹലോ, പക്ഷെ എനിക്ക് നീ പറഞ്ഞ കണക്ക് തിരിച്ച് എനിക്ക് നിന്റെ ലീഡർ പറയാൻ എനിക്ക് പറ്റൂല. മനസ്സിലായ? അതുകൊണ്ട് എനിക്ക് തിരിച്ച് പറഞ്ഞോ. ഇത് എന്നോടുള്ള കോളാണ്. പക്ഷെ ഞാൻ ഇത് കേട്ടില്ല കേട്ടാ. ഇത് എന്നോടുള്ള കോളാണ്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ റാംബോ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലത്തെ തള്ളുകൊള്ളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. നല്ല അത്യാവശ്യം ഗ്യാങ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സിറ്റുവേഷൻ എടുക്കാനും ഇതാക്കാനും ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട് റാംബോ. പക്ഷെ റാംബോ, ഞാൻ നിന്റെ അടുത്ത് അത്രയും 10-40 മിനിറ്റ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് എനിക്ക് റാംബോ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കൊണ്ട് മാത്രമാണ്. ഈ തല്ലുകൊള്ളി ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് 40 മിനിറ്റോളം നിന്നത്. ഞാൻ നിന്റെ അടുത്ത് ഒരു കുണയും പറഞ്ഞിട്ടില്ല. ഞാൻ റാംബോ അടുത്ത് ഒരു കുണയും മാന്യമായിട്ട് റാംബോട് സംസാരിച്ച് റാംബോയോട് ഞാൻ ഇതുപോലെ പറഞ്ഞ് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം. ആ സമയത്ത് ഇത് എനിക്ക് തോന്നുന്നില്ല എന്നെ വിളിച്ച് കോളിലാ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനല്ല എൻ്റെ അടുത്ത് അവൻ മര്യാദയ്ക്ക് സംസാരിച്ചേ. ഞാൻ നല്ല രീതിയിൽ ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പുള്ളി എടുത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേനും പുള്ളി നേരെ എന്നെ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു റാംബോ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇല്ല, നാളെ നമ്മൾ പ്രീവാറാക്കുക, നമ്മൾ ഇതാക്കുക എന്ന് പറഞ്ഞ് ഇതാക്കി. മനസ്സിലായോ? എനിക്ക് എൻ്റെ കോളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. നീ അന്നേരത്തെ സംസാരത്തിൽ ട്രിഗർ ആണെന്ന് പറഞ്ഞില്ല. ഇത് എന്നെ വിളിച്ചായിട്ടുള്ള ബിഹേവിയർ ആണെന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് റാംബോ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇൻ ഗെയിമിൽ സംസാരിച്ചത്. മനസ്സിലായോ? അമ്പത്തൂരിനാണോ? എനിക്കറിഞ്ഞൂടാ, അതാ ഞാൻ പറഞ്ഞേ. എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല സംസാരിച്ചത്. എൻ്റെ അടുത്ത് റാംബോ നല്ല രീതിയിലാണ് സംസാരിച്ചത്. ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു കൂലിച്ചട്ടമ്പിയുടെ സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന കംബാക്ക് മൊമെന്റ്. നമ്മുടെ സിനിമാറ്റിക് ലീഡർ ഉള്ളി. എടാ നമുക്ക് എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു സിനിമാറ്റിക് വീഡിയോ ഇറക്കണം എന്നുണ്ടെങ്കിൽ ജയിക്കണം. എന്താന്ന് മനസ്സിലായ? വാർ ജയിക്കണം. സിനിമാറ്റിക് വീഡിയോ ഇറക്കണമെങ്കിൽ തന്നെ ജയിക്കണം. അങ്ങനത്തെ ഒരു കാര്യം കോൺസെപ്റ്റോടെ ചിന്തിച്ചു നോക്കി. അപ്പൊ ജയിച്ചിട്ടല്ലേ ഇറക്കണേ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചിന്തിക്ക്. നേരെ തിരിച്ച് അങ്ങനെ ചിന്തിക്ക്.
ഇതെല്ലാണോ ഇത് തന്നെയാണ്? കയ്യിൽ കണ്ണില്ലെന്ന് പിന്നെ ഓർത്തത് ഈ നിൽക്കുന്നതാരടാ ഇത് വില്ലിയല്ലേ ഞാൻ ലാക്കി അവസാനം നീ വന്നല്ലടാ. എടാ നമ്മുടെ വണ്ടി വന്നില്ലേ? ഗോഡ്സില വന്നല്ലോ, സിറ്റിയിൽ വന്ന് കൊണ്ടുവന്നില്ലേ? ഏത് കൊച്ചു വണ്ടി? അത് സിറ്റിയിലുണ്ട്, പക്ഷേ ഇതിൽ വന്നിട്ടുണ്ട്. ഗരാജിൽ കൊണ്ടുവന്നില്ലല്ലേ? ഗരാജിൽ കൊണ്ടുവന്നിട്ടില്ല. അണ്ണാ ഷൗടെക്സിന്റെ ടി വി വേഴ്സസ് ടി ജെ വീഡിയോ കണ്ടപ്പോ അതിലൊരു പാട്ടിലുള്ള ഓഡിയോ എന്തോ വെറൈറ്റി പോലെ തോന്നി. ആ ടൈം സ്കൂളിലെ ഫെയർവെൽ വീഡിയോ എഡിറ്റുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ എന്തെങ്കിൽ ഈ ഓഡിയോ വെച്ചിട്ട് മൂവി ഇല്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. തീം കോപ്പി ചെയ്തെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇതൊക്കെ ഞാൻ കോളേജിൽ പഠിക്കണ സമയത്തുള്ളതാ. ബാംഗ്ലൂർ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ളതാണ് ഇതൊക്കെ. ടിക്ടോക്ക് ദിലിൻ ദിനേശ് പണ്ട്. ഇനി അതോടെ എല്ലാം കണ്ട് ഇപ്പൊ വേറെ ഇതൊക്കെ പഴയ വീഡിയോ. ഞാൻ 2017 സാധനമാണ് അതൊക്കെ. അതൊക്കെ ടിക്ടോക്കിൽ കിടന്ന് ഓടണല്ലേ. ബ്രോ ക്രിയേറ്റ് സംതിങ് അബൌട്ട് മൈ താർ ഫ്രം മൈ. ഞാൻ ഈ ഫോട്ടോ മൊത്തം എടുത്തേക്കുന്ന മൊബൈലില. ഈ ഫോട്ടോ ഞാൻ സ്റ്റോറി ഇട്ട എല്ലാ ഫോട്ടോ ഞാൻ എടുത്തത് മൊബൈലില. ഈ ഫോട്ടോസ് എല്ലാം മൊബൈൽ ഫോട്ടോസാ. ഇത് DSLR-ലല്ല എടുത്തത്. ഫുള്ള് കാണുന്നോ? ഏത് ഫുള്ള് കാണാൻ? ഇതോ പാട്ട് അങ്ങനെ ഞാനത് പഴയ വീട്. അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. ഞാൻ കോളേജിൽ മാത്രമല്ല, കോളേജിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യണം. അങ്ങനത്തെ ഒരു പാടാനെങ്കിലും കയറിയത് അവിടുന്ന് ആ ട്രാൻസിഷൻ നേരെ ഹനാൻഷയുടെ കോൺസേർട്ടിലോട്ടായിരുന്നു. അത് കൊള്ളാം. താങ്ക് യു സോ മച്ച് വിൻസലോട്ട്. അതാ തപ്പിയോണ്ടി ഈ ഫോട്ടോടെ ഞാൻ TV ഗാങ്ങിനകത്ത് എന്തോ വണ്ടിയാണ്. നിന്റെ കസ്റ്റം വണ്ടി എന്താ അറിയാ? ചന്ദ്രന്റെ വണ്ടി നീറ്റ് വണ്ടിയാടാ. ചന്ദ്രന്റെ വണ്ടി അടിപൊളി വണ്ടിയല്ലേ. ഇവനോട് ഞാൻ ഒരു ദിവസം ഞാൻ അളിയാ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് പഠിക്കാനാണ്, നിന്റെ ബഗിന്റെ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പം മറ്റേ ഗൂഗിളിൽ കയറി ബഗ് എന്ന് സെർച്ച് ചെയ്തിട്ട് മൂട്ട പോലത്തെ ഒരു സാധനത്തിന്റെ ഫോട്ടോ അയച്ചു തന്നെ. ഭയങ്കര തമാശക്കാരനാ, ഭയങ്കര കോമഡിയാ, ഭയങ്കര കോമഡി തമാശയൊക്കെ ഉള്ള പയ്യനാണ്. അച്ഛൻ പറഞ്ഞത് അതേപോലെ എടുക്കുന്നത്. താഴെയുള്ള വീഡിയോ കാണാറുണ്ട്. അണ്ണാ പയ്യന്റെ അഭിനയം എങ്ങനെയുണ്ട്? ഒരു സെക്കൻഡ് കളിയാ. ബാക്ക്ഗ്രൗണ്ട് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ബർഗർ ഇപ്പോഴത്തെ കേക്ക് വേൾഡ്.
അവിടെ ഇതാണ് ചെയ്തത്. ഒരു നിഷ്കളങ്ക പയ്യനായിരുന്നടാ. എനിക്ക് ഉണ്ടല്ലേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലല്ല മോന്റെ എഡിറ്റ് വെറും വിഷയമാണ്. ഇവന്റെ വീഡിയോ വിഷയമാണ്. ഇവന്റെ വീഡിയോ നല്ല രസമാണ് കേൾക്കാൻ. ഹെഡ്സെറ്റിൽ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇവന്റെ സൗണ്ടും ആ ഒരു സാധനമല്ല. അത്യാവശ്യമായിട്ട് വിളിക്കുന്ന വീട്ടിലുണ്ട്. ഗോപു എവിടെയാ? എന്താ ചെട്ടി അവൻ എന്തായാലും ചേട്ടൻ ആളുകൾ ജെട്ടിയിലാണ് അവനിപ്പോ. എടാ അവൻ ജെട്ടിക്കത് കയറിയാ? അതിന് തോക്ക് പോലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ കേട്ടോ എനിക്ക്. എവിടെ ജെട്ടിക്കകത്താണോ അവൻ? വെളിയിൽ കേൾക്കുന്ന ഒരാൾ എന്ത് വിചാരിക്കുമല്ലേ, ജെട്ടിക്കകത്താണോ അവൻ? എന്തൊക്കെ പേരെന്താ അറിയണ്ട. എന്റെ കുഞ്ഞു വെച്ചാൽ ചുമ്മാ ഞാനും നോക്കി എന്റെ മുന്നിൽ വെച്ചാൽ നമ്മള് ഫണ്ണിന് യൂ ഇത് നമ്മളങ്ങനെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. ഇതൊക്കെ പിള്ളേർ ഇഷ്ടം കൊണ്ട് ചെയ്തു തരുന്നതല്ലേ. ഇഷ്ടം കൊണ്ട് ചെയ്തു തരുന്നതല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ശരത്തേട്ടന്റെ വീഡിയോ എവിടെ? ശരത്തേട്ടന്റെ വീഡിയോ? എന്ത് വീഡിയോ? ഇതാണോ മോളില്? ഓ അതിൽ നീയുണ്ട്. നിന്റെ റിപ്ലൈ ചെയ്യണമായിരിക്കും അല്ലേ? ഇതൊക്കെ പഴയ വീഡിയോ, തിയേറ്ററിൽ നിന്ന് വരുന്ന വീഡിയോ ഒക്കെ. മറ്റേ കാട്ടക്കൊമ്പനോ പുലിക്കൊമ്പനോ? പണ്ടത്തെ സമയത്തത്തെ വീഡിയോ ആണ് അതൊക്കെ. ഞാൻ ആ സമയത്തുണ്ടല്ലോ, എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ സ്ട്രീമിൽ മാത്രം ഇരിക്കണ സമയമാണ് കേട്ടാ. ആ സമയത്ത് ഞാൻ അങ്ങനെ അധികം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ അതെ അതെ അതെ, നമുക്ക് ആ ഫെയിം ഒക്കെ ആ സമയത്ത് കിട്ടിയ സമയമാണ്. ഞാൻ നോർമലി കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മള് വെളിയിൽ വരുന്ന ആ ഒരു ടൈമിലാണ്, മനസ്സിലായ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോ പേടിയായി പോയിരിക്കും. ഇതല്ലാതെ പണ്ടത്തതാ.